ഹായ്, കുറേ നാളായി ഞാൻ വോയിസ് ഓവർ വീഡിയോ ഒക്കെ ചെയ്തിട്ട് കുറേ വീഡിയോസൊക്കെ എടുത്തതിരിപ്പുണ്ട്. എഡിറ്റ് ചെയ്യാനുള്ള സമയമില്ലാത്തതുകൊണ്ടാണ്. നമ്മളിപ്പോൾ എവിടേക്കാണ് പോകണമെന്ന് അറിയാമോ? ഞങ്ങൾ ദൃശ്യം 3 കാണാൻ പോവുകയാണ്. സിനിമ റിലീസ് ചെയ്തിട്ടിപ്പം 3 ദിവസമൊക്കെ ആയിട്ടുണ്ട്. സൺഡേയിലല്ലേ ചേട്ടന് ഓഫുള്ളൂ, അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് തന്നെ പോകുന്നത്. എനിക്ക് വ്യാഴാഴ്ച തന്നെ പോയി കാണണമെന്നായിരുന്നു ആഗ്രഹം, പക്ഷേ നടക്കില്ലല്ലോ. ഇത്തവണ ഞാൻ ഒരു റിവ്യൂവും കണ്ടിട്ടില്ല, കാരണം സ്പോയിലർ ആവരുത് എന്ന് വിചാരിച്ചിട്ട് ദൃശ്യം 3യുടെ റിവ്യൂസോ അല്ലെങ്കിൽ അതിനെപ്പറ്റിയുള്ള അഭിപ്രായങ്ങളോ ഒന്നും കണ്ടിട്ടില്ല. നമ്മൾ താമസിക്കുന്നതിന് തൊട്ടടുത്ത് തന്നെയാണ് മാള്. 10 മിനിറ്റ് ഡിസ്റ്റൻസേ ഉള്ളൂ ഇവിടത്തേക്ക്. പക്ഷേ ഞങ്ങൾ ഈ മാളിൽ ആദ്യമായിട്ടാണ് വരുന്നത്. വീടിൻ്റെ അടുത്തായതുകൊണ്ട് തന്നെ അരമണിക്കൂറുള്ളപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പക്ഷേ ഇവിടെ പാർക്കിംഗ് വളരെ പ്രശ്നമായിരുന്നു. നമുക്ക് 6th ഫ്ലോറിലാണ് പാർക്കിംഗ് കിട്ടിയത്. അതുകൊണ്ട് കറക്റ്റ് നമ്മൾ 7 മണിയുടെ ഷോയ്ക്കാണ് ബുക്ക് ചെയ്തിരുന്നത്. കറക്റ്റ് ടൈമിൽ നമ്മൾ പാർക്ക് ചെയ്തു. എന്തായാലും ഞാൻ വിചാരിച്ചു താമസിക്കും, കാരണം 6th ഫ്ലോറിൽ തന്നെ പാർക്കിങ്ങിന് ഭയങ്കര ക്യൂ ഉണ്ടായിരുന്നു. എന്തായാലും കറക്റ്റ് ടൈമിൽ വന്നു. സിനിമ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ കണ്ടിട്ട് വന്നിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. മൂവി എങ്ങനെ ഉണ്ടായിരുന്നു ബദ്രി? ബദ്രിയുടെ നമ്മുടെ ടിക്കറ്റ് വെറുതെ ആയിപ്പോയി. ഒരു ടിക്കറ്റ് വെറുതെ ആയിപ്പോയി. ബദ്രിക്ക് ഒന്നും മനസ്സിലായില്ല. 1 നമ്മൾ പോയി കണ്ടപ്പോഴത്തേക്ക് കുഞ്ഞായിരുന്നവൻ. 2nd കണ്ടതവന് ഓർമ്മയേ ഇല്ല. പക്ഷെ അവന്റെ ടിക്കറ്റ് എടുത്ത് വെറുതെ ആയിപ്പോയി. പക്ഷെ എങ്ങനെ ഉണ്ടായി? ഇഷ്ടപ്പെട്ടോ? ക്ലൈമാക്സ് എങ്ങനെ ഉണ്ടായിരുന്നു? ചേട്ടൻ ഇഷ്ടപ്പെട്ടോ? നല്ല സൂപ്പർ പടം, എല്ലാവരും പോയി കാണണം. നല്ല അടിപൊളി പടമാണ്. ക്ലൈമാക്സ് ആരും പ്രതീക്ഷിക്കാത്തതാണ്. ഇനി നമ്മളെല്ലാവരും ദൃശ്യം 4ന് വേണ്ടി വെയിറ്റിംഗ് ആണ്. ബദ്രി എപ്പോൾ കുറച്ചുകൂടെ വലുതാവും, കുറച്ചുകൂടെ നല്ലോണം മനസ്സിലാവും കേട്ടോ. വെറുതെ പോപ്കോൺ തിന്നാൻ വേണ്ടി വന്നേ ബദ്രി. എന്നാലും പ്രതീക്ഷിച്ചതിനേക്കാളും നല്ലതായിരുന്നു, സൂപ്പറായിരുന്നു. നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു ട്വിസ്റ്റൊക്കെയാണ് അതിനകത്ത്. എല്ലാവരും പോയി കാണണം. സിനിമ കണ്ടിട്ട് ഞങ്ങൾ നേരെ വന്നത് സ്പൈസ് ഓഫ് ഹൈദരാബാദ് എന്ന് പറയുന്ന ഈ റെസ്റ്റോറൻറ്റിലേക്കാണ്. അപ്പോൾ വീട്ടിൽ നിന്ന് ഞാൻ ഫുഡെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടാണ് വന്നത്. എങ്കിലും ഇവർക്ക് വെളിയിൽ നിന്ന് കഴിക്കണമെന്നുള്ള നിർബന്ധം കൊണ്ട് നമ്മളിവിടെ നിർത്തിയതാണ്. ഇപ്പോൾ 10:30 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ചു പാഴ്സൽ വാങ്ങിക്കൊണ്ട് പോകാമെന്ന്. അപ്പോൾ പാഴ്സൽ വാങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയുള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരാം. ഒരുപാട് വീഡിയോസ് എഡിറ്റ് ചെയ്തത് അപ്ലോഡ് ചെയ്യാനായിട്ടും ഒക്കെ ഇരിപ്പുണ്ട്. ഈ വീഡിയോ തന്നെ ഞാൻ ഇനി എന്നാണോ അപ്ലോഡ് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. എന്തായാലും പുതിയ വിശേഷങ്ങളുമായിട്ട് ഉടനെ കാണാം. എല്ലാവർക്കും ബൈ ബൈ.